പോരാ. കമലഹാസന്റെ ഒക്കെ ആക്ടിങ് സൂപ്പർ പടം, അടിപൊളി പടം. കമലഹാസൻ അടിപൊളി. എല്ലാവരും സൂപ്പറായി ചെയ്തു. ജോജു എല്ലാവരും, ജോജു, സിലംബരസൻ എല്ലാവരും സൂപ്പറായി. അടിപൊളി പടമാണ്. ചന്ദ്ര ക്യാരക്ടർ ചെയ്തു ഭയങ്കര. അവളെ ഫസ്റ്റ് അവളുടെ ഡെബ്യൂ മൂവിയാണ്. അത് മനുഷ്യർമ്മ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായ ഒരു മൊമെൻ്റായിരുന്നു. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സിനിമ എപ്പോഴും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമ. ആ ഒരു ഫൈറ്റും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന തിയേറ്റർ, ആ ഒരു സറൗണ്ടിങ്സിലാണ്. അടിപൊളി പടം. മൊത്തത്തിൽ എങ്ങനെയുണ്ട് കമലഹാസന്റെ ഒക്കെ പരിപാടി? ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. ആസം നമ്മൾ കമൽ സാറൊക്കെ എങ്ങനെയുണ്ട്? ജോജു ഒരു ക്ലാസ് മൂവിയാണോ? ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. സിംബു ഒക്കെ ഫിലിമാണ് ആക്ച്വലി എബോ ആവറേജ് മൂവി. കാര്യം പഴയ കുറച്ച് സിനിമകളിലൊക്കെ ഒരു റെഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. റെഫറൻസ് അല്ല, ഒരു കഥ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് കാലം മുമ്പ് ഇറക്കുന്ന സിനിമയായിട്ട് ഫീൽ ചെയ്ത് പോയി. പക്ഷെ എന്നാലും പെർഫോമൻസ് ഒക്കെ കൊള്ളാം. AR സ്കോറാണെന്നുണ്ടെങ്കിലും ഒരു ടൈറ്റിൽ സ്കോറൊക്കെ അടിപൊളിയാണ്. ഐശ്വര്യലക്ഷ്മിയുടെ കുറച്ച് നേരങ്ങളിലേക്ക് ഇപ്പോൾ ഒരു പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ജോജുവിൻ്റെ പെർഫോമൻസ് കൊള്ളാം, പുള്ളി അടിപൊളിയാണ്. പക്ഷേ ആ ഒരു സ്ക്രീൻ ടൈം ആക്ച്വലി ഫീൽ കിട്ടിയില്ല. എന്നാൽ പുള്ളിയുടെ ഒരു പ്രസൻസ് നന്നായിട്ടുണ്ട്. എന്തായാലും സിനിമാറ്റോഗ്രാഫി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് അടിപൊളിയാണ് സിനിമയുടെ. കാര്യം മേക്കിംഗ് ത്രൂ ഔട്ട് അടിപൊളിയാണ്. ഈ സ്ക്രിപ്റ്റാണ് ചിലത് ലാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്ക്രിപ്റ്റിന് കുറച്ച് നല്ല സ്ക്രിപ്റ്റ് ആവായിരുന്നു. കാര്യം ഇത്രയും നല്ലൊരു ടെംപ്ലേറ്റ് കാര്യം സിനിമ വരുമ്പോഴത്തേക്കും ആ രീതിയിലേക്ക് വരായിരുന്നു. ലൈഫ് അടിപൊളി സിനിമയാണ്. എന്തായാലും നമ്മൾ 38 വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടി പറയാമോ? എങ്ങനെയാണ് തഗ് ലൈഫ് എന്തായാലും നമ്മൾ 38 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കമലഹാസൻ മണിരത്നം കോമ്പോയിൽ വന്നിട്ടുള്ള സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് തിയേറ്ററിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷേ ഇന്ത്യൻ 2 പോലെ ഒരു പരാജയപ്പെട്ട സിനിമ ഒന്നും പ്രേക്ഷകർ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചു. എന്തായാലും പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിനിമയല്ല തഗ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിന് മാസ് ക്ലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ഡയറക്ഷൻ. അതുപോലെ ക്യാമറ വർക്ക് രവി കെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ്റ് വർക്കാണ്. അതുപോലെ മ്യൂസിക് ഒരുപാട് നമ്മളായിട്ട് അങ്ങനെയുള്ള ഒരു മ്യൂസിക്കല്ല, വേറൊരു പാറ്റേൺ പിടിച്ചു പോകുന്ന ഒരു പുതുമയുള്ള ഒരു മേക്കിംഗ് രീതിയാണ് എന്തായാലും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റാണെന്നുള്ള സംശയം വിചാരിക്കേണ്ട. ചിമ്പു തമിഴ് ഇൻഡസ്ട്രി ഇനി ഭരിക്കാൻ പോകും ചിമ്പു ആയിരിക്കും. കാരണം ഒരു ചിമ്പുവിൻ്റെ ഒരു കമ്പാക്കാണ്. അതുപോലെ ജോജു ജോർജ്, മലയാളത്തിൽ നമുക്കിപ്പോൾ ഒരു അഭിമാനമുള്ള ഒരു താരം ജോജു ജോർജാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ജോജു ജോർജ് പോലുള്ള ഇത്രയും വലിയ ആക്ടറൊക്കെ വന്ന് അഭിനയിക്കുമ്പോൾ ഇനിയും വലിയ വലിയ സിനിമകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ. നല്ല രസമുള്ള സിനിമയാണ്. എന്തായാലും നമുക്ക് പ്രേക്ഷകന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്.